നമസ്കാരം. ന്യൂസ് അറ്റ് 1 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരെ ഇഡിയുടെ കുറ്റപത്രം. ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളുടെ അനുയായിയാണ് റോബർട്ട് വദ്രയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇഡിയുടെ പരാമർശം. തൃശൂർ എരവിമംഗലത്ത് വീടാക്രമിച്ച സംഭവത്തിൽ 15-കാരനെ തിരഞ്ഞ പോലീസ്. വീട്ടുവരാന്തയിൽ 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയെ കണ്ടെന്നും കഞ്ചാവ് ലഹരിയിലാണ് ആക്രമണം നടന്നതെന്നും നാട്ടുകാർ. കൊച്ചിയിലെ വൈഗാക്കൊലക്കേസിൽ പിതാവ് സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി. പ്രതിക്കെതിരെ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു. ശിക്ഷ ഉച്ചയ്ക്ക് 2:30 വിധിക്കും. വിശദമായി നോക്കാം. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരെ ഇഡിയുടെ കുറ്റപത്രം. ആയുധ ഇടപാടുകാരൻ സഞ്ജയ് ഭണ്ഡാരിക്ക് വേണ്ടി പ്രവർത്തിച്ചയാളുടെ അനുയായിയായാണ് റോബർട്ട് വദ്രയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. പ്രത്യേകം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇഡിയുടെ പരാമർശം. സഞ്ജയ് ഭണ്ഡാരിക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് കണ്ടെത്തൽ. കൂട്ടുപ്രതിയായ സിസി തമ്പിയുമായി വദ്രയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സഞ്ജയ് കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച വരുമാനത്തിൽ നിന്ന് ലണ്ടനിലെ ഒരു പ്രോപ്പർട്ടി റോബർട്ട് വദ്ര നവീകരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തുവെന്നും ഇഡി കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്. തൃശൂർ പുത്തൂർ എരവിമംഗലത്ത് വീടാക്രമിച്ച സംഭവത്തിൽ പോലീസ് 15-കാരനെ തിരയുന്നു. വീട്ടുവരാന്തയിൽ 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയെ കണ്ടെന്ന് നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു ആക്രമണം. കഞ്ചാവ് ലഹരിയിലാണ് ആക്രമണം നടന്നതെന്നും നാട്ടുകാർ. എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. വീട്ടിൽ ആളില്ലാത്ത നേരത്തായിരുന്നു സംഭവം. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരി വലിച്ചിട്ടു. ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയിട്ടു. പ്രാവിൻകൂട് പൊളിച്ച പ്രാവുകളെ തുറന്നുവിട്ടു. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും നശിപ്പിച്ചു. ഇതിനിടെ വീട് കുത്തിപ്പൊളിക്കാനും ശ്രമിച്ചു. ഇത് വിഫലമായതോടെ ഗ്യാസ് കുറ്റിയെടുത്ത് വലിച്ചെറിയുകയും മുറ്റത്തെ ചെടിച്ചട്ടികൾ തകർക്കുകയും ചെയ്തു. കൂടാതെ വീട്ടിലെ വളർത്തുകോഴിയെയും കുത്തി പരിക്കേൽപ്പിച്ചു. ബഹളം കേട്ട് അയൽവാസി എത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവ സമയം വീട്ടുവരാന്തയിൽ 15 വയസ്സ് പ്രായം തോന്നിക്കുന്ന വ്യക്തിയെ കണ്ടെന്ന നാട്ടുകാർ പോലീസിനോട് പറഞ്ഞു. കഞ്ചാവ് ലഹരിയാണ് ആക്രമണത്തിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ 15-കാരന് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. ഇതുവരെയും അക്രമിയെ കണ്ടെത്താനായിട്ടില്ല. അമൃത ന്യൂസ്, തൃശൂർ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 3 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം. നാടോടി ദമ്പതികളുടെ കുഞ്ഞിന് നേരെ 77 വയസ്സുകാരൻ വില്ലൂന്നി സ്വദേശി കന്ദസ്വാമിയാണ് ലൈംഗികാതിക്രമം നടത്തിയത്. മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിനെ സമീപത്തെ പറമ്പിൽ കൊണ്ടുപോയാണ് ക്രൂരമായി ഉപദ്രവിച്ചത്. തമിഴ്നാട് സ്വദേശികളായ നാടോടി ദമ്പതികളുടെ 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെയാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത്. വില്ലൂന്നി സ്വദേശി 77-കാരൻ കന്ദസ്വാമിയാണ് മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി സമീപത്തെ പറമ്പിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിച്ചത്. കുട്ടിയെ കാണാതായതോടെ തിരഞ്ഞ മാതാപിതാക്കൾ കരച്ചിൽ കേട്ട ഭാഗത്ത് പരിശോധന നടത്തിയപ്പോഴാണ് പ്രതി ഓടി രക്ഷപ്പെടുന്നത് കണ്ടത്. പിന്നീട് നാട്ടുകാർ ചേർന്ന് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അയാൾ കസ്റ്റഡിയിലാണ്. നമ്മൾ മെഡിക്കലൊക്കെ നടത്തിയിട്ടുണ്ട്. ആൻഡ് തെളിവുകളായിട്ടുള്ള വസ്ത്രങ്ങളിലൊക്കെ നമ്മൾ എവിഡൻസിലോട്ട് എടുക്കുന്നുണ്ട്. ഇന്ന് നിയമാനുസരണം അറസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും പോലീസ് കസ്റ്റഡി എടുത്തും കൂടി കൂടുതൽ തെളിവെടുക്കും. സംഭവ സ്ഥലത്തിലുള്ള പരിശോധനയൊക്കെ നടന്നിട്ടുണ്ട്. സയൻറ്റിഫിക് ടീം ഓൾറെഡി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവിടുത്തുള്ള കൂടുതൽ തെളിവും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കേസ് നമ്മൾ നല്ല രീതിയിൽ ആൻഡ് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളെ സ്വീകരിച്ച് ടൈംലിയായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രത്യേക തന്നെ അന്വേഷണ സംഘം ഉണ്ടാക്കി ടൈംലി ചാർജ് ഷീറ്റ് കൊടുത്ത് ആൻഡ് കസ്റ്റോഡിയൽ ട്രയലായിട്ട് നടത്താനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചു. പ്രതിക്കെതിരെ പോക്സോ വകുപ്പടക്കം ചുമത്തിയാണ് കൊഴിഞ്ഞാമ്പാറ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിയെ എടുത്തുകൊണ്ടുപോകുമ്പോൾ കരച്ചിൽ കേൾക്കാതിരിക്കാൻ കഴുത്തിൽ അമർത്തി പിടിച്ചിരുന്നു. കുഞ്ഞിന്റെ കഴുത്തിലടക്കം മുറിവുകളുണ്ടായിരുന്നതായി കുട്ടിയുടെ മുത്തശ്ശി പറഞ്ഞു. நல்ல நேரம் அவனுக்கு கொண்டு போட்டுருக்கான். யார் பார்த்தவங்க? அவன் குழந்தை சத்தம் கொஞ்சம் வந்துச்சு. வந்தனால இவரு 4 பேர் ஓடி போயிட்டாங்க. பார்க்குற குழந்தை കാട്ടുകുള്ള எப்படி വിழுந்திருக்கு. 2 ദിവസം മുമ്പാണ് മൈസൂരിൽ നിന്ന് നാടോടി കുടുംബം കൊഴിഞ്ഞാമ്പാറയിലെത്തിയത്. പ്രതി കഴിഞ്ഞ ദിവസം രാത്രി കുട്ടിയുടെ മാതാപിതാക്കളുമായി അടുപ്പം സ്ഥാപിച്ചിരുന്നു. അമൃത ന്യൂസ്, പാലക്കാട്.
കൊച്ചിയിലെ വൈഗ കൊലക്കേസിൽ പ്രതിയും പിതാവുമായ സനു മോഹൻ കുറ്റക്കാരനെന്ന് കോടതി. ഇയാൾക്കെതിരെ ചുമത്തിയിരുന്ന എല്ലാ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് കോടതി അറിയിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമ വകുപ്പ് 301 കൊലക്കുറ്റം, 328 കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകുക, 201 തെളിവ് നശിപ്പിക്കൽ, ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് 77 കുട്ടിക്ക് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ മദ്യം നൽകുക, 75 കുട്ടികൾക്കെതിരായ ക്രൂരത തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2021 മാർച്ച് 21-ന് 10 വയസ്സുകാരി മകളെ പിതാവ് സനു മോഹൻ മദ്യം നൽകിയ ശേഷം ഫ്ളാറ്റിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മുട്ടാർപ്പുഴയിൽ ഉപേക്ഷിച്ചതായാണ് കേസ്. ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം വിധി പ്രഖ്യാപിക്കുമെന്ന് കോടതി അറിയിച്ചു. തീരദേശ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ വീടുകൾ സന്ദർശിച്ച് വനിതാ കമ്മീഷൻ. കാസർഗോഡ് ബേക്കലിൽ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിൽ വനിതാ കമ്മീഷനെത്തി. കടൽക്ഷോഭ ദുരിതങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് സ്ത്രീകളെന്ന് കമ്മീഷൻ വിലയിരുത്തി. തീരദേശ മേഖലയിലെ കിടപ്പ് രോഗികളായ സ്ത്രീകളുടെ പ്രശ്നങ്ങളും പരാതികളും കേൾക്കാനായിരുന്നു വനിതാ കമ്മീഷന്റെ ഗൃഹസന്ദർശനം. തീരദേശ മേഖലയിൽ കിടപ്പ് രോഗികളുടെ രോഗപരിചരണത്തിനായി വാഹന സൗകര്യങ്ങൾ ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. വീടുകൾ തമ്മിലുള്ള അകലം കുറവായതിനാൽ വാഹനങ്ങൾ എത്തിക്കാൻ സമീപവാസികൾ സഹകരിക്കണം. കടൽക്ഷോഭത്തിൽ നിന്ന് തീരദേശത്തെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ സർക്കാരിനോട് ശുപാർശ ചെയ്യും. കടൽക്ഷോഭ ദുരിതങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നത് സ്ത്രീകളെന്നും വീടുകൾ സന്ദർശിച്ച് വനിതാ കമ്മീഷൻ പറഞ്ഞു. എല്ലാ മേഖലകളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഇടപെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ചർച്ച വനിതാ കമ്മീഷൻ നടത്തിയിട്ടുണ്ട്. ഓരോ മേഖലയിലും ജീവിച്ചു വരുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെടാൻ ഇടവരുന്ന ജനവിഭാഗങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് തീരദേശ മേഖലയിലും അതുപോലെ ഗോത്ര മേഖലയിലും ട്രൈബൽ മേഖലയിലും ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. പരാതികൾ അറിയുവാനായി കാസർഗോഡ് ബേക്കലിൽ 10 വീടുകളിലാണ് കമ്മീഷൻ സന്ദർശനം നടത്തിയത്. വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് സതീദേവിയുടെ നേതൃത്വത്തിലായിരുന്നു തീരദേശ മേഖലയിലെ വീടുകളിലെത്തിയത്. അമൃത ന്യൂസ്, കാസർഗോഡ്. ശബരീശ് സവിധത്തിൽ മണ്ഡലപൂജ തൊഴുത് ഭക്തസഹസ്രങ്ങൾ. 41 ദിവസം നീണ്ട മണ്ഡല മഹോത്സവത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല നട ഇന്നടയ്ക്കും. മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30-ന് വൈകിട്ടാകും നട തുറക്കുക. വിവരങ്ങളുമായി ശബരിമല സന്നിധാനത്ത് നിന്നും സുജിത് സുരേന്ദ്രൻ ചേരുന്നുണ്ട്. സുജിത്ത്, അങ്ങനെ ഒരു മണ്ഡലകാലത്തിനു കൂടി സമാപനം കുറിക്കുകയാണ്. ഈ മണ്ഡലകാലത്തിൽ ശബരിമല ഏകോപനത്തിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഡിസംബർ 30-നാണ് മകരം വിളക്ക് മഹോത്സവത്തിന് തുടക്കം കുറിക്കുക. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഡിസംബർ 30-നാണ് മകരം വിളക്ക് മഹോത്സവത്തിന് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? അമ്പിളി, പരാതികളും പഴികളും ഏറെ കേട്ട ഒരു തീർത്ഥാടന കാലമായിരുന്നു ഇത്തവണത്തേത്. പല രീതിയിൽ ഭക്തർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ട ഒരു തീർത്ഥാടന കാലമായിരുന്നു. ഈ പ്രശ്നങ്ങൾക്കൊക്കെ, ഈ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടുകൊണ്ടുള്ള ഒരു തീർത്ഥാടന കാലം ഒരുക്കാൻ വേണ്ടിയുള്ള മകരവിളക്ക് ഉത്സവകാലത്ത് വരുന്ന മകരവിളക്ക് ഉത്സവകാലത്ത് ഈ പരാതികളൊക്കെ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് ദേവസ്വം മന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇന്ന് ഇപ്പോൾ മണ്ഡല പൂജ പൂർത്തിയായിരിക്കുന്നു. 41 ദിവസം നീണ്ട മണ്ഡലകാല തീർത്ഥാടനത്തിന് പൂർത്തീകരിച്ചുകൊണ്ട് ശബരിമല നട ഇപ്പോൾ ഉച്ചപൂജയ്ക്ക് ശേഷം അടച്ചിരിക്കുന്നു. ഇനി വൈകിട്ട് ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടിയാകും നട തുറക്കുക. അതിനുശേഷം വൈകിട്ട് രാത്രി 9:50-ന് ഹരിപ്രാസനം പാടി 10 മണിക്ക് നട അടയ്ക്കുന്നതോടെ ഈ തീർത്ഥാടന കാലത്തിന്, ഈ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിക്കും. തുടർന്ന് ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്കാകും നട തുറക്കുക. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുക. ജനുവരി 15-നാണ് മകരവിളക്ക്. ഈ മകരവിളക്ക് ഉത്സവത്തിന് നട തുറക്കുമ്പോൾ ഇതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ വലിയൊരു തീർത്ഥാടന കാലത്ത് പരിമിതികളെ മറികടന്നുകൊണ്ട് തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് കാര്യക്ഷമമായി തന്നെ സന്നിധാനത്ത് സുരക്ഷ അടക്കം ഒരുക്കിക്കൊണ്ടുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ശബരിമലയിലെ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത്.
പലപ്പോഴും ഭക്തരുടെ വരവ് ഏറിയത് ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചെങ്കിലും എല്ലാവർക്കും ദർശനം ലഭിക്കുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത്. ഏതായാലും ഇന്ന് ഇപ്പോൾ രാവിലെ 10:30 തന്നെ മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരുന്നു. തങ്കയങ്കി ശോഭിതമായ അയ്യപ്പ വിഗ്രഹത്തിൽ കലശവും കളഭവും ആടിയ ശേഷമാണ് ഉച്ചദീപാരാധനയോടുകൂടി മണ്ഡല പൂജയുടെ ചടങ്ങുകൾ പൂർത്തിയായത്. ഇന്ന് തന്ത്രി മഹേഷ് മോഹനരുടെയും അതുപോലെ തന്നെ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലായിരുന്നു മണ്ഡലപൂജ ചടങ്ങുകളൊക്കെ തന്നെ നടന്നത്. ഈ മണ്ഡലപൂജ സമയത്ത് നാഗാലാൻഡ് ഗവർണർ LA ഗണേഷ് ഉൾപ്പെടെയുള്ളവർ കുടുംബസമേതം ഇന്ന് മണ്ഡലപൂജ ദർശിക്കുന്നതിന് വേണ്ടി തൊഴുന്നതിന് വേണ്ടി സന്നിധാനത്തെത്തിയിരുന്നു. ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനും സന്നിഹിതനായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ ഒക്കെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് മണ്ഡല പൂജാ ചടങ്ങുകൾ നടന്നത്. എന്തായാലും ഇനി ഡിസംബർ 30 ഇനി നട തുറക്കുക. അമ്പിളി. ശരി, സന്നിധാനത്ത് നിന്നും സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിച്ചതെന്നും മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാട് കോൺഗ്രസ് നേതൃത്വം മാതൃകയാക്കണമെന്നും സമസ്ത മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സമസ്തയുടെ ഈ നിലപാട് ഇടതുപക്ഷം ആയുധമാക്കിയാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവും. അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കുക. അല്ലല്ല, അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല. അതിനെ സംബന്ധിച്ചിട്ടുള്ള എനിക്കറിയില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല. അത് ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തേണ്ടത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം ഇതായിരുന്നു. ഇതാണിപ്പോൾ സമസ്ത നേതൃത്വത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് സമസ്ത മുഖപത്രം ഉയർത്തിയിരിക്കുന്നത്. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസിന്റെ തകർച്ചയിലേക്ക് നയിച്ചതെന്ന് മുഖപത്രത്തിലെ ലേഖനത്തിൽ വ്യക്തമാക്കുമ്പോൾ അത് UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ കൂടി ആശങ്കയാണെന്ന് വ്യക്തം. BJPയെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവർക്ക് വിശ്വാസമുള്ള മറ്റു ബദൽ പ്രസ്ഥാനങ്ങളിൽ അഭയം തേടുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ക്ഷേത്രോദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ രാജ്യത്തെ മതസൗഹാർദ്ദം തകർക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും CPI നേതാവ് D രാജയും വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ സമസ്തയുടെ നിലപാട് ആർക്ക് അനുകൂലമാകുമെന്ന് ഇതിലൂടെ വ്യക്തം. അതാണിപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നതും. അമൃത ന്യൂസ്, കോഴിക്കോട്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്ന കാര്യത്തിൽ കൃത്യസമയത്ത് ഉത്തരം കിട്ടുമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. CPM പങ്കെടുക്കില്ലെന്ന നിലപാട് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയതോടെയാണ് ദേശീയതലത്തിലും കോൺഗ്രസ് പ്രതിസന്ധിയിലായത്. കൂടുതൽ ചർച്ചകൾ ഇക്കാര്യത്തിൽ നടത്തുമെന്ന നിലപാട് KC വേണുഗോപാൽ സ്വീകരിച്ചു. എന്നാൽ സമസ്ത മുഖപത്രം ഉയർത്തിയ വിമർശനങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ജനുവരി 22 നടക്കുന്ന അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ലെന്നും മതപരമായ ചടങ്ങിനെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നതടക്കമുള്ള നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് കടന്നത്. അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നതിനെ സമസ്ത മുഖപത്രം വിമർശിച്ചതിനോട് KC വേണുഗോപാൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. സമസ്തയുടെ മുഖപത്രമുണ്ട്. BJP എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ന്യൂനപക്ഷങ്ങൾ അവർക്ക് ബദൽ പ്രസ്ഥാനങ്ങളിൽ അഭയം പ്രാപിക്കുന്നുള്ള ഒരു, അതുപോലെ യെച്ചൂരി കാണിച്ച യാർജവും കോൺഗ്രസ് കാണിക്കണമെന്നുള്ളതാണ് മുഖപത്രത്തിൽ പറയുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ കൃത്യസമയത്ത് ഉത്തരം കിട്ടുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞതല്ലൊരു ഉത്തരം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും. അതേസമയം പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തവരെ കുറ്റപ്പെടുത്താനില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. മണിപ്പൂരിൽ കൊല്ലപ്പെട്ട 87 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചത് കഴിഞ്ഞ ദിവസമാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടലെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്ഥാപക ദിനത്തിലെ നാഗ്പൂരിലെ വൻ റാലിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ കോൺഗ്രസ്. ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന രണ്ടാം ഭാരത് ജോഡോ യാത്ര ജനുവരി 14 മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിൽ നിന്ന് തുടങ്ങും. 6200 കിലോമീറ്റർ പിന്നിട്ട് ഭാരത് ന്യായ് യാത്ര മാർച്ച് 20 മുംബൈയിൽ സമാപിക്കും.
നാഗ്പൂരിലെ വൻ റാലിയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടുന്ന കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ന്യായ് യാത്രയും സംഘടിപ്പിക്കും. ജനുവരി 14 മുതൽ മാർച്ച് 20 വരെയാണ് രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ഭാരത് ജോഡോ യാത്ര. മണിപ്പൂർ മുതൽ മുംബൈ വരെയാണ് യാത്ര സംഘടിപ്പിക്കുക. ഇതും ജനങ്ങളിൽ സ്നേഹം വളർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അപ്പോൾ മണിപ്പൂരിലെ യാത്രയില്ലാതെ നടത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയുക? മണിപ്പൂരിൽ പോകാതെ നോർത്ത് ഈസ്റ്റിൽ നിന്നൊരു യാത്ര മണിപ്പൂരിൽ പോകാതെ നടത്തിയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ വ്യാഖ്യാനിക്കുക? അപ്പോൾ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. 6200 കിലോമീറ്റർ യാത്ര 14 സംസ്ഥാനങ്ങളിലെ 85 ജില്ലകളിൽ പര്യടനം നടത്തും. ബസ്സിലും കാൽനടയുമായാണ് യാത്രയെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ഭാരത് ന്യായ് യാത്രയുടെ ഉദ്ഘാടനം മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിർവഹിക്കും. യാത്രയ്ക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല, ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് യാത്രയെന്നും ജനങ്ങളുമായി രാഹുൽ ഗാന്ധി സംവദിക്കുമെന്നും മണിപ്പൂരിലടക്കം ജനങ്ങൾ അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ നിരവധിയാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. വിദ്വേഷമല്ല, സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് വേണ്ടതെന്നും അതിനായാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ന്യായ് യാത്രയെന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നു. രാഹുൽ ഗാന്ധി യാത്രയിലായിരിക്കുമ്പോഴും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് KC വേണുഗോപാൽ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. യാത്രകളിൽ ജാഗ്രത പാലിക്കണമെന്നും ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിലെ യാത്ര ഒഴിവാക്കണമെന്നുമാണ് നിർദ്ദേശം. ഇസ്രായേൽ എംബസിക്ക് സമീപമുണ്ടായത് തീവ്രത കുറഞ്ഞ സ്ഫോടനമാണ്. സംഭവ സ്ഥലത്തു നിന്നും ബാൾ ബെയറിംഗുകളും ഷെല്ലുകളുടെ അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെടുത്തു. CCTVയിൽ തീവ്രത കുറഞ്ഞ ഒരു സ്ഫോടനം നടന്നതായും കണ്ടെത്തി. സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്ന 2 പേരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പൊട്ടിത്തെറി സമയത്ത് ഇവർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായി CCTV പരിശോധനയിൽ വ്യക്തമായി. സർ അല്ലാഹ് റെസിസ്റ്റൻസ് എന്ന സംഘടനയുടെ പേരുള്ള കത്താണ് ഇന്നലെ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചു. CPI സംസ്ഥാന നേതൃത്വങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. നിർവാഹക സമിതിയാണ് ചേരുന്നത്. നാളെ കൌൺസിലും ചേരും. കാനം രാജേന്ദ്രന്റെ മരണത്തിന് ശേഷം കോട്ടയത്ത് ചേർന്ന അടിയന്തര എക്സിക്യൂട്ടീവ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ നിശ്ചയിച്ചിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് നേതൃയോഗങ്ങൾ ചേരുന്നത്. ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയാക്കിയ തീരുമാനം നാളെ ചേരുന്ന കൌൺസിൽ അംഗീകരിക്കേണ്ടതുണ്ട്. ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തീരുമാനിച്ചതിൽ ഒരു വിഭാഗം നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. നേതൃയോഗങ്ങളിൽ അതേ വിമർശനം ഉയരുമോ എന്നതാണ് അറിയേണ്ടത്. മൂന്നാർ ചൊക്കനാട് വട്ടക്കാട് എസ്റ്റേറ്റിലിറങ്ങിയ കാട്ടുകൊമ്പൻ പടയപ്പയെ പ്രകോപിപ്പിക്കാൻ വാഹനയാത്രികരുടെ ശ്രമം. ജീപ്പിലെത്തിയ ആളുകളാണ് അപകടകരമാം വിധം പടയപ്പയുടെ തൊട്ടരികിലേക്ക് വാഹനമോടിച്ചു കയറ്റിയത്. പ്രകോപനമുണ്ടായിട്ടും കാട്ടുകൊമ്പൻ ജീപ്പ് ആക്രമിക്കാൻ മുതിരാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. സിറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ കാലടി താണിപ്പുഴ പള്ളിയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. ക്രിസ്മസ് മുതൽ സിനഡ് കുർബാന അർപ്പിക്കണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം എറണാകുളം അങ്കമാലിയിലെ പല പള്ളികളിലും നടപ്പാക്കിയിരുന്നില്ല. ക്രിസ്മസ് ദിനത്തിൽ പോലും ഭൂരിഭാഗം പള്ളിയിലും ജനാഭിമുഖ കുർബാനയാണ് അർപ്പിച്ചതെന്ന് വിഭാഗം പറയുന്നു. കുർബാന തർക്കങ്ങൾ ഉയർത്തിയ വിവാദങ്ങൾക്കിടെ സിറോ മലബാർ സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞിരുന്നു. കുര്യാമെത്രാൻമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയേറ്റും ചർച്ചകൾ തുടർന്നിരുന്നു. എങ്കിലും ഭിന്നത അവസാനിച്ചില്ല. ആരോപണങ്ങളിൽ നിന്ന് പിന്മാറാൻ 30 കോടി രൂപ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിൽ സ്വപ്ന സുരേഷ് പോലീസിന് മുമ്പിൽ ഹാജരായി. CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് ചോദ്യം ചെയ്യലിന് സ്വപ്ന ഹാജരായത്. ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സ്വപ്നയ്ക്കെതിരായ കേസ്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.